നമ്മളെ ഈ നമ്മൾ നമ്മുടെ മനസ്സ് ശരീരം ഫിറ്റാക്കാനായിട്ട് നമ്മൾ ആളുകൾ എക്സസൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ എക്സസൈസ് ചെയ്യുന്നത് നമ്മളൊരു മെഡിറ്റേഷൻ എന്നുള്ള തരത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും. അപ്പോൾ നമ്മളൊരു ചെറിയൊരു എല്ലാവർക്കും അറിയുന്ന കാര്യം എന്നാലും ചെറിയൊരു നമ്മുടേതായിട്ടുള്ള ഒരു ഐഡിയ, എത്ര കാലങ്ങളായിട്ട് നമ്മൾ തുറന്നു പോയുള്ള ഐഡിയ. അപ്പോൾ നമ്മൾ ഈ നമ്മളെ പ്രാണൻ എന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ശ്വാസത്തിലാണ്. അപ്പോൾ ഈ ശ്വാസം നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ ദുർബലതകളും പുറത്തേക്ക് പോകുന്നതായിട്ട് നമ്മൾ സങ്കല്പിച്ചിട്ട് വേണം നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടാൻ. നമ്മൾ ബോഡി ബിൽഡപ്പ് ചെയ്യുമ്പോൾ ജിമ്മൊക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്വാസം ഇങ്ങനെ വലിച്ചു ചെയ്യുക. പിന്നെ വെയിറ്റ് എടുക്കുമ്പോൾ ശ്വാസം മുഴുവനും പിടിച്ചിട്ട് എടുക്കുക. സത്യത്തിൽ അതിന് വരെ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നമ്മൾ ഭയങ്കര പവറാവും. ഒരു എക്സാമ്പിൾ, നമ്മുടെ കൈ നമ്മൾ ഇങ്ങനെ ആക്കണതിന് വരെ ശ്വാസം പിടിച്ചിട്ട് നമ്മൾ പിടിക്കുന്നതിന് വരം ശ്വാസം നമ്മൾ വിട്ടിട്ട് അതുപോലെ തന്നെ നമ്മൾ കരാട്ടയുടെ ഒക്കെ എക്സസൈസ് ഉണ്ടല്ലോ, ശ്വാസം മുഴുവനും പുറത്തേക്ക് വിടാന്ന്. ശ്വാസം മുഴുവനും പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ദുർബലതകൾ മുഴുവനും പുറത്തു പോകുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ദൈവികമായ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കണം. ശ്വാസം വലിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ എല്ലാ ദുർബലതകളും പുറത്തേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ യോഗ ചെയ്തു, ജിമ്മ് ചെയ്തു, ഇതൊക്കെ ചെയ്യുമ്പോഴും ഈ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു 5-10 മിനിറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ പരീക്ഷ നോക്കുക, ശ്വാസം വിട്ടുകൊണ്ട് അതുപോലെ കാല് അതുപോലെ മടക്കുക, നിർത്തുക, ഇരിക്കുക, എണിക്കുക, എന്ത് എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മൾ ശ്വാസം പൂർണ്ണമായിട്ട് വിട്ടുകൊണ്ട് ചെയ്യുക. അതുപോലെ വെയിറ്റ് നമ്മൾ എന്തെങ്കിലും ഭാരം എടുക്കുമ്പോഴും ശ്വാസം വിട്ടുകൊണ്ട്, ശ്വാസം നമ്മുടെ ബോഡിയിൽ ഇല്ലാതെ നമ്മൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ബോഡിക്ക് എക്സ്ട്രാ പവർ വരും. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ബെനിഫിറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും വർഷമായിട്ട് കണ്ട, ഇപ്പം നമുക്കിപ്പോൾ ഷർട്ടൊക്കെ ഇട്ടുള്ളതുകൊണ്ട് കാണാൻ പറ്റില്ലേ, കണ്ട ശ്വാസം നമ്മൾ വിട്ട് നമ്മുടെ കുടവയറ് ഈ ഭാഗത്തെ പേശികളൊക്കെ നമുക്ക് ബലപ്പെടുത്തി ശക്തി വെച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും പരിശ്രമിക്കുക. ഇപ്പം നമ്മൾ നീന്തുമ്പോഴാണെങ്കിലും കരാട്ടെ ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഇതിൻ്റെ മെയിൻ ബേസ് ഇതാണ്. ഓടുമ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ്. പക്ഷെ ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടം പിടിച്ച പണിയാണ്. അത് നമുക്ക് എല്ലാവർക്കും പറ്റില്ല. പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളെ പോലെ വയസ്സായ ആൾക്ക് പറ്റുന്ന കാര്യമില്ല. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്.
നമ്മള് ശ്വാസം വിട്ട് വലിച്ചു നീങ്ങുമ്പോൾ ശ്വാസം പിടിച്ച് എക്സസൈസ് ചെയ്യുന്ന പോലെയല്ല. അഞ്ച് മിനിറ്റ് നേരം ശ്വാസം വിട്ട് വലിച്ച് എക്സസൈസ് ചെയ്യുമ്പോൾ 1 മണിക്കൂർ ശ്വാസം വലിച്ചു പിടിച്ച് ഇങ്ങനെ കിട്ടണമെന്നില്ല. 5 മിനിറ്റ് മതി. ഓക്കെ, അതാണ് അതിൻ്റെ പോയിന്റ്.